We mounted the camera on its tripod and placed it so that it faced the bamboo grove. The audience was instructed to get behind the camera and to stand as far back as possible. We had to stay relatively close to the bamboo grove, and Gooby and Baga too had to be within yards of the camera, for it was necessary to have at least one shot that showed them together with the tiger. We mounted the camera. ഞങ്ങൾ ക്യാമറ കയറ്റി ഓൺ ഇറ്റ്സ് ട്രൈപോഡ്, അതിൻ്റെ ട്രൈപോഡിൽ. ട്രൈപോഡ് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡ്, ആ 3 കാലുള്ള സ്റ്റാൻഡ്. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ്, അതിനെ വെച്ചു. സോ ദാറ്റ് ഇറ്റ് ഫേസ്ഡ് ദ ബാംബൂ ഗ്രോ, അത് ആ മുളങ്കാടിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ്, ഓഡിയൻസിന് നിർദ്ദേശം നൽകപ്പെട്ടു. ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ, ക്യാമറയുടെ പിറകു വശത്തേക്ക് മാറാൻ. ആൻഡ് ടു സ്റ്റാൻഡ്, നിൽക്കാനും. ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ, കഴിയുന്ന അത്ര ബാക്ക് ഭാഗത്തേക്ക്. വി ഹാഡ് ടു സ്റ്റേ, ഞങ്ങൾക്ക് നിൽക്കേണ്ടതുണ്ടായിരുന്നു. റിലേറ്റീവ്ലി ക്ലോസ്, താരതമ്യേന അടുത്ത്. ടു ദ ബാംബൂ ഗ്രോ, ആ മുളങ്കാടിൻ്റെ. ആൻഡ് ഗൂബി ആൻഡ് ബഗ ടു ഹാഡ് ടു ബി വിത്തിൻ യാർഡ്സ് ഓഫ് ദ ക്യാമറ, ഗൂബിയും ബഗയും ക്യാമറയുടെ അടുത്ത് തന്നെ ആവേണ്ടതുണ്ടായിരുന്നു. യാർഡ്സ് എന്നാൽ നമ്മൾ മീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അളവാണ്. ഫോർ ഇറ്റ് വാസ് നെസസറി, കാരണം അത്യാവശ്യമായിരുന്നു. ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഷോട്ട്, ഒരു ഷോട്ടെങ്കിലും ഉണ്ടാവൽ. ദാറ്റ് ഷോട്ട് ദം ടുഗെദർ, അവരെ ഒരുമിച്ച് കാണിക്കുന്ന. വിത്ത് ദ ടൈഗർ, ടൈഗറിൻ്റെ കൂടെ. മിസ്റ്റർ തോററ്റ്സ്മാൻ ഹാഡ് ഫിക്സഡ് a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. The other end was tied firmly to the visible portion of the iron rod. The door of one of the cages was unfastened and Mr. Thorett called out to the tiger. It responded almost at once and sprang out of its cage to land on the open space outside. What followed was totally unexpected. One look at Mr. Thorett's startled and helpless face told us that he was as taken aback as the rest of us. Instead of walking sedately in a dignified manner, the tiger started prancing around with tremendous enthusiasm. It leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. Mr. Thorett's men, തോററ്റിൻ്റെ ആളുകൾ, had fixed, അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ 5-foot iron rod, 5 അടിയുള്ള ഒരു ഇരുമ്പ് കമ്പി, ഇരുമ്പ് ദണ്ട്. ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ, നിലത്ത്. about 30 feet from the area where the tiger was supposed to take a walk. ആ ടൈഗർ നടക്കേണ്ട ആ ഏരിയയിൽ നിന്നും 30 അടി ദൂരത്തായിട്ട്. They took a thin long wire. They took, അവർ എടുത്തു, a thin, കട്ടിയില്ലാത്ത, long wire, നീണ്ട ഒരു വയർ, വയർ പറഞ്ഞാൽ കമ്പി. And fixed one end, ഒരു അറ്റം ഫിക്സ് ചെയ്തു, കണക്ട് ചെയ്തു. ടു ദ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, ടൈഗർ സ്കിന്ന് കൊണ്ടുണ്ടാക്കിയ കോളറിൽ. ദാറ്റ് ദ ടൈഗർ വാസ് ഓൾറെഡി വിയറിങ്, ടൈഗർ നേരത്തെ തന്നെ ധരിച്ചിരിക്കുന്ന. ദ അതർ എൻഡ് വാസ് ടൈഡ്, രണ്ടാമത്തെ
എൻഡ് കെട്ടി ഫേംലി ശക്തിയായി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദ അയൺ റോഡ്, ആ ഇരുമ്പ് ദണ്ടിൻ്റെ കാണുന്ന ഭാഗത്ത്. ദ ഡോർ ഓഫ് വൺ ഓഫ് ദ കേജസ് വാസ് അൺഫാസൻഡ്, ഒരു കൂടിൻ്റെ ഡോറ് തുറക്കപ്പെട്ടു. ആൻഡ് മിസ്റ്റർ തോററ്റ് കോൾഡ് ഔട്ട് ടു ദ ടൈഗർ, മിസ്റ്റർ തോററ്റ് ടൈഗറിനെ വിളിച്ചു, പുറത്തേക്ക് വിളിച്ചു. ഇറ്റ് റെസ്പോണ്ടഡ് ഓൾമോസ്റ്റ് അറ്റ് വൺസ്, അത് പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു. ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ്, അതിൻ്റെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് ചാടി. ടു ലാൻഡ് ഓൺ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്, പുറത്തുള്ള തുറന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്, പിന്നീട് സംഭവിച്ചതൊക്കെ പൂർണ്ണമായും അപ്രതീക്ഷിതമായിരുന്നു. വൺ ലുക്ക്, ഒരു നോട്ടം, അറ്റ് മിസ്റ്റർ തോററ്റ്സ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ്, തോററ്റിൻ്റെ അന്താളിച്ചതും നിസ്സഹായാവസ്ഥയിലുള്ളതുമായ മുഖത്തേക്ക്. ടോൾഡ് അസ്, ഞങ്ങളോട് പറഞ്ഞു തന്നു, ദാറ്റ് ഹി വാസ് ആസ് ടേക്കൺ അബാക്ക് ആസ് ദ റെസ്റ്റ് ഓഫ് അസ്, ഞങ്ങളെപ്പോലെ അദ്ദേഹവും അന്താളിച്ചവനാണ്, അത്ഭുതപ്പെട്ടവനാണ് എന്ന്. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സിഡൈറ്റ്ലി, വളരെ ശാന്തമായി നടക്കുന്നതിന് പകരം, ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ, നല്ല അന്തസ്സുള്ള ഒരു രൂപത്തിൽ, ദ ടൈഗർ സ്റ്റാർട്ടഡ്, ടൈഗർ തുടങ്ങി, പ്രാൻസിങ് അറൗണ്ട്, ചുറ്റും ചാടാൻ തുടങ്ങി. വിത്ത് ട്രമൻഡസ് എന്തൂസിയാസം, ശക്തിയായ ഉത്സാഹത്തോടു കൂടി. ഇറ്റ് ലെപ്റ്റ്, അത് ചാടി. ഇറ്റ് ജംപ്ഡ്, ഇറ്റ് റോൾഡ് അബൌട്ട്, ജംപ്ഡ് എന്നാലും ചാടി, റോൾഡ് അബൌട്ട് ഇങ്ങനെ ഉരുണ്ടുമറിഞ്ഞു. ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ, അതിൻ്റെ പാവപ്പെട്ട ആ ട്രെയിനറെ വലിച്ചുകൊണ്ട്. ഹു വാസ് ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ് ദ വയർ, വളരെ നിരാശയോടുകൂടി മുറുകെ പിടിച്ചിരിക്കുന്ന. ദ വയർ ടൈഡ് ടു ദ ടൈഗേഴ്സ് കോളർ, ടൈഗറിൻ്റെ കോളറിൽ കെട്ടിയിട്ടുള്ള ആ വയർ, ആ കമ്പി. ഇൻ എ ഫ്യൂറ്റൈൽ അറ്റംപ്റ്റ്, വിഫലമായ ശ്രമത്തോടുകൂടി. ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ, അതിനെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള. വി സ്റ്റുഡ് അറൗണ്ട്, ഞങ്ങൾ ചുറ്റും നിന്നു. ഫൂളിഷ്ലി, വിവേകശൂന്യരായി. വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്, ഒരു പുതിയ അപൂർവമായ തരത്തിലുള്ള സർക്കസ് കണ്ടുകൊണ്ട്. വിച്ച് വി വർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ, അത് ഞങ്ങൾക്ക് സൗജന്യമായി കാണേണ്ടി വന്ന. ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് 3 legs, ക്യാമറ അപ്പോഴും അതിൻ്റെ 3 കാലിൽ നിൽക്കുകയായിരുന്നു. സ്റ്റാറിങ് ഇൻ ടു ദ വുഡ്, കാട്ടിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട്. ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ, പക്ഷേ ടൈഗർ ഒരു സൂചനയും കാണിക്കുന്നില്ല. ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദർ, അവിടേക്ക് അത് വരുന്ന. വൺസ് ദ ടൈഗർ ഹാഡ് കാംഡ് ഡൗൺ, വി മാനേജ്ഡ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്. This should have been the end of the story, but when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. The shots were too dark, so much so that the tiger was merging almost completely with the background of the trees and leaves. We had to shoot the scenes all over again. We spoke to Mr. Thoret and he agreed to give it another go. We found another bamboo grove closer to Calcutta in a village called Boral. The lorry arrived once more with Mr. Thoret, the tiger, the steel wire, the special collar and the iron rod. And with the lorry came the whole village. We told the villagers that they should stand at a distance of 70 feet. No one paid any attention to what they were told. The entire crowd moved as close to the camera as they could. We could not afford to waste any more time explaining and arguing, so we got the camera ready and signaled to Mr. Thoret. He opened the door of the cage. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera.
The crowd, consisting of about 150 people, melted away as if by magic. After that great burst of energy, the tiger calmed down very quickly. Like an obedient child, it walked over to the spot we had chosen, paced about quietly as it was required to, and then ambled back to its trainer. Even the camera behaved this time, which we realized 2 days later when we returned to Calcutta and saw the scenes we had shot. Once the tiger had calmed down, ടൈഗർ ശാന്തനായപ്പോൾ വി മാനേജ്ഡ് ടു ടേക്ക് ദ ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഷോട്ടുകൾ ഞങ്ങൾ എടുത്തു. ദീസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഈ കഥയുടെ അവസാനം ഇതാവണമായിരുന്നു. പക്ഷേ വെൻ വി റിട്ടേൺ ടു കൽക്കട്ട, ഞങ്ങൾ കൽക്കട്ടയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ സീൻസ് വിത്ത് ദ ടൈഗർ, ടൈഗറുമായിട്ടുള്ള സീനുകൾ കണ്ടപ്പോൾ വി റിയലൈസ്ഡ് ദാറ്റ്, ഞങ്ങൾ തിരിച്ചറിഞ്ഞു ദാറ്റ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. ക്യാമറ പ്രോപ്പറായിട്ട് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരുന്നു എന്ന്. ദ ഷോട്ട്സ് വേർ ടു ഡാർക്ക്, ഷോട്ടുകൾ വളരെ ഇരുണ്ടതായിരുന്നു. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് മേർജിങ്, അതിൽ ടൈഗർ ലയിച്ചിരിക്കുന്നത് പോലെയാണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീസ് ആൻഡ് ലീവ്സ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള മരങ്ങളും ഇലകളുമായി ലയിച്ചതുപോലെയാണ്. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ഓൾ ഓവർ അഗെയിൻ, ആ സീന് മുഴുവനായും വീണ്ടും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു. വി സ്പോക്ക് ടു മിസ്റ്റർ തോററ്റ്, ഞങ്ങൾ തോററ്റിനോട് സംസാരിച്ചു. ആൻഡ് ഹി അഗ്രീഡ് ടു ഗീവ് ഇറ്റ് അനദർ ഗോ, അദ്ദേഹം മറ്റൊരു ചാൻസ് തരാമെന്ന് സമ്മതിച്ചു. വി ഫൗണ്ട് അനദർ ബാംബു ഗ്രോ ക്ലോസർ ടു കൽക്കട്ട, കൽക്കട്ടക്കടുത്ത് തന്നെ ഞങ്ങൾ മറ്റൊരു മുളങ്കാട് കണ്ടെത്തി. ഇൻ എ വില്ലേജ് കോൾഡ് ബൊറാൽ, ബൊറാൽ എന്ന ഗ്രാമത്തിൽ. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ, ഒരിക്കൽ കൂടി ലോറി എത്തി. വിത്ത് മിസ്റ്റർ തോററ്റ് ദ ടൈഗർ, ടൈഗറുമായും തോററ്റുമായും. ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ, സ്റ്റീൽ കൊണ്ടുള്ള കമ്പി, അതുപോലെ പ്രത്യേകമായ കോളർ. ആൻഡ് ദ അയൺ റോഡ്, ഇരുമ്പ് ദണ്ട്, ഇതെല്ലാമായി ലോറി എത്തി. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്, ലോറിയോടുകൂടെ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും വന്നു. വി ടോൾഡ് ദ വില്ലേജേഴ്സ്, ഞങ്ങൾ ഗ്രാമീണരോട് പറഞ്ഞു, ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ്, അവർ നിൽക്കണമെന്ന്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet, 70 അടി ദൂരത്ത്. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ, ഒരാളും ശ്രദ്ധ കൊടുത്തില്ല. ടു വാട്ട് ദേ വർ ടോൾഡ്, അവരോട് പറയപ്പെട്ട കാര്യത്തിന്. ദ എൻറ്റയർ ക്രൗഡ്, മുഴുവൻ ആൾക്കൂട്ടവും. മൂവ്ഡ് ആസ് ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്, ക്യാമറയുടെ അടുത്തേക്ക് അവർക്ക് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുത്തു. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം, ഞങ്ങൾക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്, വാദിച്ചുകൊണ്ടും വിശദീകരണം നൽകിക്കൊണ്ടും. അതായത് ഞങ്ങൾ അവരോട് കൂടുതൽ വിശദീകരിക്കാനോ തർക്കിക്കാനോ പോയില്ല, കാരണം ഞങ്ങൾക്ക് പരിമിതമായ സമയമേ ഉണ്ടായിരുന്നുള്ളൂ. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി, ഞങ്ങൾ ക്യാമറ റെഡിയാക്കി. ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ തോററ്റ്, മിസ്റ്റർ തോററ്റിന് സിഗ്നൽ കൊടുത്തു, അതായത് കടുവയെ പുറത്തു വിടാനുള്ള സൂചന നൽകി. ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്, അദ്ദേഹം കൂടിൻ്റെ ഡോറ് തുറന്നു. ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺ വിത്ത് എ ക്ലാങ്, ക്ലിങ് എന്ന ശബ്ദത്തോടു കൂടി ആ ഡോറ് തുറന്ന നിമിഷം, ക്ലാങ് എന്നാൽ ആ കൂട് തുറക്കുമ്പോഴുള്ള ആ ശബ്ദമാണ്. ഇരുമ്പിൻ്റെ കൂട് തുറക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ. അവർ ടൈഗർ എമേർജ്ഡ്, നമ്മുടെ ടൈഗർ കടുവ പുറത്തേക്ക് വന്നു. വിത്ത് എ ലൗഡ് റോർ, ഉച്ചത്തിലുള്ള ഗർജനത്തോടു കൂടി. ആൻഡ് ചാർജ്ഡ് സ്ട്രൈറ്റ് അറ്റ് ദ വില്ലേജേഴ്സ്, വില്ലേജേഴ്സിൻ്റെ നേരെ കുതിച്ചു. ഗാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ, ക്യാമറയ്ക്ക് പിന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള. ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് അബൌട്ട് 150 people, 150ഓളം ആളുകൾ ഉൾക്കൊള്ളുന്ന ആ കൂട്ടം. മെൽറ്റഡ് അവേ അസീഫ് ബൈ മാജിക്, മാജിക്കിനാൽ എന്നോണം അപ്രത്യക്ഷമായി. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി, ഊർജത്തിൻ്റെ ആ വലിയ പൊട്ടിത്തെറിക്ക് ശേഷം, ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ക്ലി,
ടൈഗർ പെട്ടെന്ന് തന്നെ ശാന്തനായി. ലൈക്ക് ആൻ ഒബീഡിയൻറ്റ് ചൈൽഡ്, അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ, ഇറ്റ് വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചൂസൺ, ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആ സ്ഥലത്തേക്ക് അത് നടന്നുപോയി. പേസ്ഡ് അബൌട്ട് ക്വയറ്റ്ലി, വളരെ ശാന്തനായി നടന്നു. അസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു, ആവശ്യമായതുപോലെ. ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക്, എന്നിട്ട് വേഗത കുറച്ചുകൊണ്ട് തിരിച്ച് നടന്നു. ടു ഇറ്റ്സ് ട്രെയിനർ, അതിൻ്റെ ട്രെയിനറുടെ അടുത്തേക്ക്. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം, ഈ സമയത്തും ക്യാമറ പ്രവർത്തിച്ചെങ്കിലും. വിച്ച് വി റിയലൈസ്ഡ് 2 days later, 2 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. വെൻ വി റിട്ടേൺ ടു കൽക്കട്ട, കൽക്കട്ടയിലേക്ക് ഞങ്ങൾ മടങ്ങിയപ്പോൾ. ആൻഡ് സോ ദ സീൻസ് വി ഹാഡ് ഷോട്ട്, ഞങ്ങൾ ഷൂട്ട് ചെയ്ത സീനുകൾ കണ്ടപ്പോഴാണ് ഞങ്ങളത് ശരിക്കും ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്.